ഒരിക്കൽ പോലും നടക്കാൻ പാടില്ലാത്ത സംഭവ വികാസങ്ങൾ നടക്കാനുള്ള മുഖ്യ കാരണക്കാരൻ വിജയ് തന്നെയാണ് എന്ന ചാപ്പ കുത്തിയിരിക്കുകയാണ് ജനങ്ങൾ എല്ലാവരും. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകനെയും മകളെയും വീട്ടിലെ പ്രതീക്ഷകളെയും ഒക്കെയാണ്. 2-3 വയസ്സുള്ള കുട്ടികൾ, ഗർഭിണിയായവർ, ഭാവിയിൽ വിവാഹം കഴിക്കാൻ പോകുന്നവർ, പ്രതിശ്രുത വരനും വധുവും, അങ്ങനെ അനവധി ആളുകൾ. കഴിഞ്ഞ ദിവസം 38 ആണെങ്കിൽ ഇന്ന് 43ഓളം ആയിരിക്കുന്നു മരണസംഖ്യ എന്നാണ് പറയുന്നത്. അതായത് രാത്രി പിന്നിടുമ്പോൾ 2 ദിവസം പിന്നിടുമ്പോൾ മരണസംഖ്യ വീണ്ടും കൂടുന്നു. ഏകദേശം 50ഓളം പേര് ആശുപത്രി വിട്ടിട്ടുണ്ട് എന്ന കണക്കുകളും വരുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 20 ലക്ഷം രൂപ ധനസഹായമാണ് വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏകദേശം 8,20,00,000 രൂപ ഇപ്പോൾ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്കായി ഉടനടി തന്നെ മുഴുവനായി നൽകുമെന്നാണ് മനസ്സിലാകുന്നത്. 8,20,00,000 ഒന്നും വിജയ്ക്ക് ഒരു നമ്പരെയല്ല, സംഖ്യയല്ല. കാരണം ഏറ്റവും കൂടുതലും ധനികനായ സിനിമാ നടന്മാരിൽ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് വിജയ് എന്ന് പറയുന്നത്. എണ്ണയാൽ ഒടുങ്ങാത്ത സ്വത്ത് സമ്പാദ്യമുള്ള വ്യക്തി കൂടി തന്നെയാണ് വിജയ്. അതുകൊണ്ട് 8,20,00,000 ഒന്നും വിജയ്ക്ക് ഒന്നുമേയല്ല. അതുകൊണ്ട് തന്നെ എത്ര പൈസ വേണമെങ്കിലും ഇറക്കാൻ വിജയ് തയ്യാറാണ്. വേണമെങ്കിൽ തന്റെ ആഡംബര വസതിയും തന്റെ എല്ലാ സ്വത്തുവകകളും വിറ്റ് വേണമെങ്കിലും ഞാൻ അവർക്ക് വേണ്ടിയുള്ള ചികിത്സ നടത്തുമെന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയിരിക്കുകയാണ് വിജയ്. എന്തായാലും DMKയെ രാഷ്ട്രീയ എതിരാളിയായും BJPയെ പ്രത്യയശാസ്ത്ര എതിരാളിയായും പ്രഖ്യാപിച്ച് രംഗപ്രവേശനം ചെയ്ത തമിഴക വെട്രി കഴകത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന സംഭവമാണ് ശനിയാഴ്ചത്തെ കരൂർ ദുരന്തം. ഇതിനെ അതിജീവിച്ച് തിരിച്ചു വരാൻ TVKയ്ക്ക് കഴിയുമോ എന്നതിന് ആശ്രയിച്ചിരിക്കും വിജയുടെ രാഷ്ട്രീയ ഭാവി. കരൂർ ദുരിതത്തിന്റെ പേരിൽ TVKയ്ക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ 2 ഹർജികളാണ് സമർപ്പിക്കപ്പെട്ടത്. അവരുടെ ഭാവി പ്രചാരണ പരിപാടികൾക്കൊന്നും അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഒന്ന്. ശനിയാഴ്ചത്തെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് ഹർജിക്കാരൻ. രണ്ടാമത്തേത് കുറച്ചുകൂടി കഠിനമാണ്. TVKയുടെ രജിസ്ട്രേഷനും അംഗീകാരവും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടതാണ് മറ്റൊരു ഹർജി. കരൂരിലെ ദുരിതത്തിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം കടുക്കുന്നതിനിടയിൽ നടനും TVK നേതാവുമായ വിജയുടെ ചെന്നൈയിലേക്കുള്ള മടക്കവും ഇതെല്ലാമാണ് കൂടുതൽ രൂക്ഷമാകുന്നത്. ചെന്നൈയിലെ വസതിയിൽ സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. എന്നാൽ വിജയുടെ ഉടമസ്ഥരുള്ള മറ്റെല്ലാ മേഖലകളിലും സുരക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് വിശദീകരണം. കരൂരിലെ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് സുരക്ഷ വർദ്ധിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ TVK ജില്ലാ സെക്രട്ടറിമാരുടെയും സുരക്ഷ വർദ്ധിപ്പിക്കാനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരൂരിലെ ദുരിതത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ജഡ്ജി അരുണ ജഗദീശൻ അധ്യക്ഷനായ കമ്മീഷനാണ് ദുരിതത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. സംഘം സ്ഥലത്തെ എത്തിയിട്ടുണ്ട്. കരൂർ ദുരിതത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട TVK മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. റാലിക്ക് നേതൃത്വം നൽകിയ പാർട്ടി അധ്യക്ഷൻ വിജയുടെ പേരിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. സംഭവത്തിന് പിന്നാലെ കരൂരിൽ നിന്ന് ട്രിച്ചി വഴി അദ്ദേഹം ചെന്നൈയിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. FIRൽ വിജയുടെ പേര് ഉൾപ്പെടുത്തുമോ എന്നതിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടുമില്ല. നേരത്തെ പുഷ്പ 2 സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട ഹൈദരാബാദിലെ തിയേറ്ററിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും സ്ത്രീ മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെതിരെ കേസെടുത്തിരുന്നു. പിന്നീട് കേസിൽ നിന്ന് അല്ലു അർജുൻ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ വിജയ്ക്കെതിരെയും കേസെടുക്കണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ആവശ്യം ഉയരുന്നത്. റാലിക്കിടെ തിക്കിലും തിരക്കിലും 40 പേരാണ് മരിച്ച സംഭവം. 40 വരുന്ന മണിക്കൂറിൽ വീണ്ടും ഏറ്റവും ഒടുവിലായി 43 എന്ന കണക്കുകൾ കൂടി വരികയാണ് മരിച്ചവരുടെ എണ്ണം. TVK ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കമുള്ള 4 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. TVK ജനറൽ സെക്രട്ടറി N ആനന്ദ്, ജോയിന്റ് ജനറൽ സെക്രട്ടറി CT നിർമ്മൽ കുമാർ, TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ തുടങ്ങിയ 6 പാർട്ടി നേതാക്കൾക്കെതിരെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാർട്ടിയിൽ വിജയുടെ ഏറ്റവും അടുത്തയാളാണ് N ആനന്ദ്. പുതുച്ചേരിയിലെ മുൻ MLA കൂടിയായ ആനന്ദ് TVKയിലെ രണ്ടാമൻ എന്നാണ് അറിയപ്പെടുന്നത്. സംഭവത്തിൽ TVK ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം അപകടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് TVK മദ്രാസ് ഹൈക്കോടതിയെയാണ് സമീപിച്ചിരിക്കുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 10 ലക്ഷവും TVK 20 ലക്ഷവും BJP 1 ലക്ഷവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. TVKയുടെ വാദം തള്ളിയിരിക്കുകയാണ് പോലീസ്. TVK അധ്യക്ഷൻ വിജയുടെ റാലിക്കിടെ കരൂരിലുണ്ടായ ദുരിതത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് തമിഴ്നാട്ടിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഡേവിഡ്സൺ വ്യക്തമാക്കി.
TVK പരിപാടിക്ക് അപേക്ഷ നൽകിയത് 23-നാണ്. ലൈറ്റ് ഹൗസ് റൗണ്ട് ആണ് ആദ്യം പരിപാടിയിലേക്കായി ആവശ്യപ്പെട്ടത്. ഇത് വളരെ റിസ്ക് ഉള്ള സ്ഥലമായിരുന്നു. തൊട്ടടുത്ത് നദിയും പെട്രോൾ പമ്പും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയും അധികം ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ അപേക്ഷ തള്ളി. രണ്ടാമത് മറ്റൊരു മാർക്കറ്റിൽ പരിപാടി നടത്താൻ അപേക്ഷ നൽകി. അത് വളരെ ചെറിയ സ്ഥലമായതിനാലാണ് അപേക്ഷ നിരസിച്ചത്. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ പരിപാടി നടത്തുമ്പോൾ 12,000 മുതൽ 15,000 പേർ വരെയാണ് എത്താറുള്ളത് സാധാരണഗതിയിൽ. അതിനാലാണ് വേലുസ്വാമിപുരത്ത് അനുമതി നൽകിയതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇവിടെ പരിപാടി നടത്താൻ അപേക്ഷ നൽകുന്നത് വെള്ളിയാഴ്ചയാണ്. പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ നിന്നിരുന്ന കൂട്ടായ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവർക്ക് ഭക്ഷണമോ വെള്ളമോ ലഭിച്ചില്ലെന്നും ADGP വ്യക്തമാക്കുകയാണ്. ഹൈ റിസ്ക് കാറ്റഗറി എന്ന് വിശേഷിപ്പിക്കുന്ന കൂട്ടമാണ് ഉണ്ടായത്. 20 പേർക്ക് ഒരു പോലീസ് എന്ന നിലയിലാണ് സുരക്ഷ ഒരുക്കിയത്. തിരുച്ചിറപ്പള്ളിയിൽ 650, പെരുമ്പാളൂർ 480, നാഗപട്ടണം 410 എന്നിങ്ങനെയാണ് പോലീസിനെ വിന്യസിച്ചത്. പോലീസ് കൃത്യമായി നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആംബുലൻസുകൾ വന്നത്. എന്നാൽ പരിപാടിയിൽ കല്ലേറുണ്ടായിട്ടില്ലെന്നും ADGP വ്യക്തമാക്കി. നാമക്കലിലും കരൂറും വിജയ് എത്താൻ വൈകി. കുഴഞ്ഞു വീണവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത വിധമായുള്ള ജനക്കൂട്ടമായിരുന്നു. ആളുകൾ അധികമാണ് എന്ന് TVK നേതാക്കളെ അറിയിച്ചിരുന്നു. പക്ഷെ എന്നിട്ടും അവർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് മറ്റൊരു വിവരം വരുന്നത്. പരിക്കേറ്റവരൊക്കെ തന്നെ ആശുപത്രിയിൽ 50ഓളം പേർ ആശുപത്രി വിട്ടിട്ടുണ്ട് എന്ന കണക്കുകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും മധുരൈ ആശുപത്രിയിലടക്കം ഗുരുതരാവസ്ഥയിൽ പലരും ഉണ്ട് എന്ന് വ്യക്തമാവുകയാണ്. വിജയുടെ ആരാധക കൂട്ടായ്മയിലെ അംഗങ്ങളും ദുരിതമേഖലയിൽ എത്തിയിരുന്നില്ല. പോലീസ് നടപടി ഭയന്ന് പലരും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പോലും വിട്ടു എന്നാണ് റിപ്പോർട്ട്. സിനിമകൾക്ക് ശേഷം രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന വിജയ് ഇന്ന് ഏറ്റവും ധനികരായ നടന്മാരുടെ പട്ടികയിൽ ഇടം നേടിയ ഒരു വ്യക്തി കൂടിയാണ്. കഴിഞ്ഞ വർഷത്തെ ഫോർച്യൂൺ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് 2024 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുൻകൂർ നികുതി അടച്ച സെലിബ്രിറ്റികളുടെ പട്ടികയിൽ ബോളിവുഡിന്റെ കിങ് ഖാൻ ഷാറുഖ് ഖാന് ശേഷം 2ാം സ്ഥാനത്തായിരുന്നു വിജയ് എന്ന വസ്തുതയിൽ നിന്ന് അദ്ദേഹത്തിന്റെ സമ്പത്തും വരുമാനവും കണക്കാക്കാം. ദളപതി വിജയുടെ ആസ്തി എത്രയാണ്? തന്റെ സിനിമകളിലൂടെയും അഭിനയത്തിലൂടെയും ദളപതി വിജയ് ദക്ഷിണേന്ത്യൻ സിനിമയിലെ സവിശേഷമായ ഒരു സ്ഥാനം നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും അദ്ദേഹത്തിന് വലിയൊരു ആരാധക വലയമുണ്ട്. അഭിനയത്തിന് പുറമെ ബ്രാൻഡ് അംഗീകാരങ്ങളിലൂടെയും റിയൽ എസ്റ്റേറ്റിലും മറ്റ് സംരംഭങ്ങളിലൂടെയുള്ള നിക്ഷേപങ്ങളിലൂടെയും വിജയ് ഗണ്യമായ തുക സമ്പാദിക്കുന്നുണ്ട്. ഫോബ്സ് ഡാറ്റ ഉദ്ധരിച്ച നിരവധി റിപ്പോർട്ടുകൾ പ്രകാരം ദളപതി വിജയുടെ ആസ്തി ഏകദേശം 474 കോടി ഏകദേശം 474 കോടി രൂപ തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ്. ഈ വരുമാനത്തിന്റെ ഏറ്റവും വലിയ ഭാഗം അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിന്ന് തന്നെയാണ്. ഒരു സിനിമയ്ക്ക് 200 കോടി എന്നാണ് അറിയുന്നത്. സൗത്ത് സൂപ്പർ സ്റ്റാർ ദളപതി ഏറ്റവും ധനികരായ നടന്മാരിൽ ഒരാൾ തന്നെയാണ്. സിനിമകളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം വിജയ് ഒരു സിനിമയ്ക്ക് 130 കോടി മുതൽ 200 കോടി വരെയാണ് വാങ്ങുന്നത്. കഴിഞ്ഞ വർഷം 2024 നടൻ വിജയ് തന്റെ ഗോട്ട് അതായത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിലെ ഏകദേശം 200 കോടി പ്രതിഫലം വാങ്ങിയിരുന്നു. ചിത്രത്തിന്റെ നിർമ്മാതാവ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതും.